ഞങ്ങൾ ഇവിടെ ആരും വോട്ടിടാൻ പോകുന്നില്ല. ഇവിടങ്ങളിൽ ഒറ്റ എണ്ണം ഒരു വോട്ടിന് പോകില്ലെന്ന് പറഞ്ഞാൽ കല്ലാമം തൊട്ട് അരുവിക്കുഴ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വോട്ടിന് പോകുന്നത് പോലും ഇവിടെ ഉള്ളവർക്ക് ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്തായാലും നമ്മളതുകൊണ്ട് നാളത്തെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് ഇവിടെയുള്ള നാട്ടുകാർ കംപ്ലീറ്റ് ആയിട്ട് തീരുമാനിച്ചത്. ഈ ഇലക്ഷൻ സംബന്ധിച്ച് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ തീരുമാനം. ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ കല്ലാമം അരുവിക്കുഴി നിവാസികൾ. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത രാഷ്ട്രീയക്കാരെ നിലയ്ക്കു നിർത്താനാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നതെന്ന് നാട്ടുകാർ. പട്ടക്കുളം, കല്ലാമം എന്നീ വാർഡുകളിൽപ്പെടുന്ന റോഡാണിത്. 2 വാർഡുകൾ ഭരിക്കുന്നത് 2 പാർട്ടികളാണ്. പട്ടക്കുളം LDFും കല്ലാമം UDFുമാണ് ഭരിക്കുന്നത്. അതിർത്തി തർക്കവും അധികാര തർക്കവുമാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. 7 വർഷമായി ഈ റോഡിന്റെ ഈ ഒരു ശോധനീയാവസ്ഥ ഇങ്ങനെ കിടന്നിട്ട് ഞങ്ങൾക്ക് വരാൻ ഈ ഒരു റോഡേ ഉള്ളൂ, വേറെ വഴിയില്ല വരാൻ. ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ മെമ്പർമാരാരും ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഈ വണ്ടി ഓടുന്ന പൈസ കിട്ടുന്നത് എടുത്ത് പണിയാനേ സമയമുള്ളൂ, അല്ലാതെ വേറൊന്നും ഒരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ഈ റോഡിനെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്നത് നല്ല രീതിയിലൊന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതിപ്പം ആരെങ്കിലും മുന്നോട്ട് വന്നത് എന്നാൽ ഇപ്പം ഈ 5 വർഷകാലമായിട്ട് ഒരു MP ഇരുന്നിട്ട് അവരവരുടെ ഫണ്ട് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അടുത്ത പുതിയൊരു നാളെ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ആരും വോട്ടിടാൻ പോകുന്നില്ല. ഈ ഒരു ഇത് വെച്ച് ഞങ്ങൾ ആരും വോട്ടിടാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ആരും പോകുന്നില്ല. ആ ഒരു ഇതുണ്ട്. പലരും ഇവിടെ വന്ന് വീഴുന്ന് 35-40 തയ്യൽ വരെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക്. ഈ എപ്പോഴും വികസനം ഉണ്ടാക്കാന്ന് പറയണല്ലാതെ ഇന്ന് വരെ ഇതിനൊരു മോചനം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് വേറൊന്നുമല്ല, നമുക്ക് ഈ റോഡ് മൊത്തം ഒന്ന് ക്ലിയർ ആക്കി തരണം. ഇതാണ് വാഹനങ്ങൾ ഇഷ്ടം പോലെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായിട്ട് കൊച്ചുങ്ങളുമായിട്ട് വീഴുന്നിട്ടുണ്ട്. ഒരു പയ്യനാണെങ്കിൽ ഇവിടെ വന്ന് വീഴുന്നു, തല പൊട്ടി. ഇവിടെ എങ്ങും എടുത്തില്ല, മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. ഓട്ടോറിക്ഷ ഒന്നും വരാറില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയെ കൊണ്ടുപോകാൻ പാടില്ല. ആൾക്കാർക്ക് കാൽനട പോലും നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് വാർഡ് മെമ്പർ ഷീവ മെമ്പറും അലോഷ്യസുമാണ് ഉള്ളത്. അവർ രണ്ടുപേരും പറയണത് പിന്നെ അലോഷ്യസ് പറയും പിന്നെ ഷീവയുടെ കുഴപ്പമാണ്, ഷീവ പറയും അലോഷ്യയുടെ കുഴപ്പമാണ്. അപ്പൊ ആരെ കുഴപ്പമായാലും ഞങ്ങളാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വികസനം ഉണ്ടാവാത്ത ഒരു റോഡാണ് ഇത്. ആശുപത്രി കൊണ്ടുപോയി ആംബുലൻസ് വിളിച്ചിട്ട് പോലും വന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി പോകുമ്പോൾ ഈ കല്ലെല്ലാം തെറിച്ച് ഞങ്ങളുടെ മുറ്റത്ത് വീണ് ഇങ്ങനെ ഒരുപാട് അപകടം കൂടെ ഉണ്ടായിട്ടുണ്ട്. 2 പാർട്ടിക്കാരും മാറി മാറി ഭരിക്കുന്ന ഏരിയയാണ് ഈ ഏരിയ. ഷീബയും ബോബി അലോഷ്യസും. ആരും ഇങ്ങനെ എന്തൊരു പ്രശ്നം വന്നാലും ആരും ഒന്നും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് കിടക്കുന്നത്. ഇതൊക്കെ വികസനം വരുന്നു എന്ന് പറയുന്നത് ഇത് എല്ലാ റോഡും വികസിച്ചിട്ട് ഈ ഒരു റോഡ് മാത്രം ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടിന് പോകുന്നത് പോലും ഇവിടെ ഉള്ളവർക്ക് ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. ഈ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു 7 വർഷത്തോളമായി ഈ റോഡ് ഗതികേടായിട്ട് നമ്മളെ 2 വീലറിൽ പോകാനോ 4 വീലറിലോ ഫാമിലി ആയിട്ടോ പോകാൻ കഴിയുന്നു. ഒരു 500-ൽ കൂടുതൽ കുടുംബം താമസിക്കുന്ന ഏരിയയാണിത്. ഒരു 1.5 കിലോമീറ്ററിനകത്തുള്ള സ്ഥലമേ ഇതുള്ളൂ ടാറിങ്. പക്ഷേ 2 സൈഡ് 2 മെമ്പർമാരാണ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. 2 പേരും ഇതിൽ താല്പര്യം കാണിക്കുന്നില്ല. നാട്ടുകാരുടെ പരാതികൾ എല്ലാ ആൾക്കാരും പരാതി പറയുന്നുണ്ട്. മെമ്പർമാർ ഇതിൽ തിരിഞ്ഞേ നോക്കുന്നില്ല. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ അവസ്ഥയാണ്. എന്തായാലും നമ്മളതുകൊണ്ട് നാളത്തെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് ഇവിടെയുള്ള നാട്ടുകാർ കംപ്ലീറ്റ് ആയിട്ട് തീരുമാനിച്ചത്. നമ്മൾ കള്ളിക്കാട് സ്റ്റാൻഡിലാണ് വണ്ടി ഓടുന്നത്. പക്ഷേ അവിടെ നിന്ന് വണ്ടി ഓട്ടം വിളിച്ചാലും വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ കഴിവുകെട്ട 2 പഞ്ചായത്ത് മെമ്പർമാരാണ് ഉള്ളത്. ഇങ്ങനെയുള്ള കഴിവുകെട്ട പഞ്ചായത്ത് മെമ്പർമാരും മത്സരിക്കാതിരിക്കാനാണ് നല്ലത്. മത്സരിച്ചാലും ജനങ്ങൾ തോപ്പിക്കണം. ഇനി മത്സരിച്ചാൽ പിന്നെ ജനങ്ങൾ ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ തന്നെ ഇപ്പോ നമുക്ക് പോയാൽ പറ്റുള്ളൂ. എൻ്റെ വീട് ഇവിടെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിൽ വരെയില്ലേ. ഇത് അധികാരത്തിൽ എത്തുന്ന വരെ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഈ വീഡിയോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ 2 കഴിവുകെട്ട പഞ്ചായത്ത് മെമ്പർമാരും രാജിവെച്ച് പുറത്തു പോകണം. ജനങ്ങളെ ആട്ടിപ്പായിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 7 വർഷങ്ങൾക്ക് മുമ്പ് 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണിത്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു. പിന്നീട് ജനങ്ങളെ പറ്റിക്കാൻ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും മഴ പെയ്തതോടെ റോഡുകൾ പഴയതിനേക്കാളും മോശം അവസ്ഥയിലായി.
നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആശുപത്രിയിൽ പോകാൻ ഒരു വാഹനം വിളിച്ചാൽ പോലും ആരും ഇതുവഴി വരാറില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. അധികാരികളോട് പലതവണ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തവണ വോട്ട് ബഹിഷ്കരണം എന്ന കടുത്ത നടപടിയിലേക്ക് നാട്ടുകാർ നീങ്ങുന്നത്.